അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പ് വൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി ഇരകൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 40 ശാഖകളിലൂടെ 2000-ലധികം പേരിൽ നിന്നും 1000 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയതായാണ് കണക്കാക്കപ്പെടുന്നതെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയതായും അൽ മുക്താദർ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഭാരവാഹികൾ പറഞ്ഞു. അൽ മുക്താദർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 3 ഷോറൂമുകളാണ് കല്ലമ്പലത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അൽബർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അൽ തവാബ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അൽ മുൻതഖീം ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ്. കല്ലമ്പലത്തെ ഈ ജ്വല്ലറിയിൽ നിന്ന് മാത്രം 300-ലേറെ നിക്ഷേപകരിൽ നിന്നും 1000 കോടി രൂപയിലേറെ തട്ടിയെടുത്തു എന്നാണ് വിവരം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ഭൂമിക്ക് നഷ്ടപരിഹാരമായി കിട്ടിയ തുകയാണ് പലരും ഇവിടെ നിക്ഷേപിച്ചത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മറ്റ് ജ്വല്ലറികളിൽ പണം നിക്ഷേപിച്ചിരുന്ന പലരും ഇവിടെ നിന്നും പണം പിൻവലിച്ചാണ് മുക്തദറിലെ വലിയ ലാഭവിഹിതത്തിന്റെ മോഹന വാഗ്ദാനത്തിൽ വീണ് വഞ്ചിതരായത്. മതവും ദൈവത്തിന്റെ പേരും മതചിഹ്നങ്ങളും വേഷവും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ജ്വല്ലറി ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണെന്നാണ് ഇരകൾ പറയുന്നത്. തട്ടിപ്പിനിരയായവർ 99.9% പേരും മുസ്ലിങ്ങളാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ചില മതപ്രഭാഷകരെ വിദഗ്ധമായി ഉപയോഗിച്ചും മഹല്ലിമാമുമാരെയും മദ്രസാധ്യാപകരെയും ഏജന്റുമാക്കിയാണ് നിക്ഷേപകരെ വശീകരിച്ചത്. നാവായിക്കുളം ഡീസനിമുക്ക് കോട്ടർകോണം സ്വദേശിയായ ഒരു ഏജന്റ് 10 കോടി രൂപയാണ് കല്ലമ്പലം ബ്രാഞ്ചിലേക്ക് പിരിച്ചു നൽകിയത്. ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ നിക്ഷേപകർ ശ്രമിച്ചുവെങ്കിലും ഫോൺ എടുക്കുന്നില്ല. വിവാഹപ്രായമായ പെൺകുട്ടികളുള്ള വീട്ടിൽ ചെന്ന് അവരുടെ കൈവശമുള്ള സ്വർണം വിവാഹ സമയത്ത് ഇരട്ടയാക്കി നൽകാമെന്നും പണിക്കൂലി പോലും തരേണ്ടില്ലെന്നും വിശ്വസിപ്പിച്ച് വാങ്ങിയെടുത്തു. ആദ്യമൊക്കെ ചിലർക്ക് ലാഭകരമായി സ്വർണം തിരികെ നൽകിയെങ്കിലും പിന്നീട് വലിയ തോതിൽ പണവും സ്വർണവും സമാഹരിച്ച് ഇപ്പോൾ കടകളെല്ലാം കാലിയാക്കിയിരിക്കുകയാണ്. ചില കടകൾ പാതി തുറന്ന് പരാതിയുമായി വരുന്നവരിൽ പണം 10 ദിവസത്തിനകം നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപിച്ചപ്പോൾ നൽകിയ രേഖകൾ കൂടി തിരികെ വാങ്ങുകയാണ്. നിക്ഷേപകരെ സംഘടിപ്പിച്ച ആളുകളെ ഇന്റർനെറ്റ് കോളിലൂടെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. പരാതി കൊടുത്താൽ ഒരു കാലത്തും പണം തിരികെ കിട്ടില്ലെന്നും പറഞ്ഞും ഭീഷണിയുണ്ട്. ന്യൂസ് ഡെസ്ക് കല്ലമ്പലം ന്യൂസ്.